ആരംഭിക്കുകയാണ്. കണ്ഠമിടറി ആകാശത്തോളം ഉറക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി VS, എല്ലാ കാലത്തും ആൾക്കൂട്ടങ്ങളുടെ നേതാവ്, എല്ലാ കാലത്തെയും ജനനായകൻ, ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം അന്ത്യയാത്ര ആരംഭിക്കുകയാണ്. ആലപ്പുഴയുടെ ഹൃദയത്തിലേക്ക്, പെറ്റുപോറ്റിയ ആലപ്പുഴയുടെ ഹൃദയത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഓരോ ഇടങ്ങളിലും VSനെ ഒന്ന് കാണാൻ, അഭിവാദ്യം അർപ്പിക്കാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇനിയും ആയിരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവർക്കിടയിലേക്ക്, അവരുടെ അടുത്തുകൂടി VS തൻ്റെ അന്ത്യയാത്രയും ആരംഭിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. VS അവസാനിക്കുമ്പോൾ അവസാനിക്കുന്നത് ഒരു ചരിത്രം കൂടിയാണ്. ഓർമ്മകളാണ് ബാക്കിയുള്ളത്. എല്ലാ ജനനായകർക്കും, നയിച്ചവർക്ക്, ദിശ ചൂണ്ടിക്കാണിച്ചവർക്ക് ചരിത്രം എല്ലാ കാലത്തും ഓർമ്മകളുടെ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മളിലൂടെ, ആ ഓർമ്മകളിലൂടെ VS ഇനിയും ജീവിക്കും. ആ മുദ്രാവാക്യങ്ങളെല്ലാം അനശ്വരമാണ്, അർത്ഥസമ്പുഷ്ടമാണ്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല എന്ന് പറയുന്നത്, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ ജീവിക്കുമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ, ഓർമ്മയിലൂടെ, കടപ്പാടിലൂടെ ജീവിക്കും എന്നതു തന്നെയാണ്. ഒറ്റയ്ക്കൊരു പോരാളി. VSന് അതിൽ പരം ഒരു വിശേഷണമുണ്ടോ എന്നറിയില്ല. VS ഇറങ്ങിച്ചെന്നിടത്തേക്കെല്ലാം VSനെ മാത്രം വിശ്വസിച്ച് അവനവൻ്റെ അവകാശബോധങ്ങളെപ്പറ്റി ധാരണയുണ്ടായ മനുഷ്യർ അണിചേരുകയായിരുന്നു. വലിയ വലിയ അധികാര സ്ഥാനങ്ങളോട്, വലിയ വലിയ അധികാര ബിംബങ്ങളോടാണ്, സമൂഹത്തോട് തന്നെയാണ്, സമൂഹം എഴുതി വച്ച നിയമങ്ങളോട് തന്നെയാണ് VS സഖാക്കൾക്കൊപ്പം നിന്ന് പോരാടിയിട്ടുള്ളത്. എപ്പോഴും പറയുന്നതാണ്, VSനും VSന്റെ സമരസഖാക്കൾക്കും ആദ്യം നേരിടേണ്ടിയിരുന്നത് വിശപ്പിനെ തന്നെയാണ്. അതിന് VS പറഞ്ഞുകൊടുത്ത മാർഗങ്ങളുണ്ട്. സഖാവെ എന്നൊന്ന് വിളിച്ചാൽ, ആരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ എൻ്റെ വിശപ്പാറുമായിരുന്നു എന്ന് VS തന്നെ വീണ്ടെടുത്തു പറഞ്ഞിട്ടുണ്ട്. VSനെ വഹിച്ചുകൊണ്ട് വിലാപയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അക്ഷയ ദാമോദരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ, 2 മണിക്ക് പുറപ്പെടും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. സമയം 2:22. VSന്റെ വിലാപയാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ മുന്നിലൂടെ, അനന്തപുരിയുടെ മണ്ണിലൂടെ. അനന്തപുരിയുടെ സമൂഹത്തിന്, അനന്തപുരിയുടെ കാഴ്ചകൾക്ക് ചരിത്രമുണ്ട്. ഏറെ ചരിത്രങ്ങൾ കണ്ട, പലരുടെയും വരവും മടക്കവും കണ്ട നഗരമാണ് ഇത്. VS യുവാവായിരിക്കെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേൽക്കാൻ EMSനൊപ്പം ഈ നാട്ടിലേക്ക് വന്നത് കണ്ടതാണ് ഈ നാട്. അവിടെ നിന്നുള്ള മടക്കവും കാണുകയാണ്. എത്ര വലിയ ചരിത്രം അക്ഷയ. VS എന്ന സമരകാവ്യം ജനഹൃദയങ്ങളിലൂടെ ഒഴുകി നീങ്ങുകയാണ്. ഏറ്റവും നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തി, അവർക്ക് വേണ്ടി പോരാടി, അവർക്ക് വേണ്ടി പടവെട്ടി ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ മനുഷ്യനാണ് പോകുന്നത്. ഏതധികാര സ്ഥാനങ്ങളോടും ഏതധികാര ബിംബത്തോടും കലഹിച്ചു നേടിയതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും എന്നത്, ഈ സാഹോദര്യം എന്നത്. ഒരു വർണ്ണ വ്യത്യാസത്തിൻ്റെയും പേരിൽ മനുഷ്യനെ മാറി നിൽക്കാൻ കൽപ്പിക്കാത്ത, അതിനു ധൈര്യപ്പെടാത്ത സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും കൊടുത്ത പൂർവ്വ നേതാക്കളുടെ അവസാനത്തെ പ്രതിനിധി എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ മുന്നിലൂടെ അന്ത്യയാത്ര നടത്തുന്നത്. പുന്നപ്രവയലാർ സമരത്തിൻ്റെ ആയുധം വാരിക്കുണ്ടങ്ങളായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. പോലീസിന്റെ തോക്കിനോട് വാരിക്കുണ്ടങ്ങൾ കൊണ്ട് ജയിക്കാമെന്നു കരുതിയല്ല അതിൻ്റെ പോരാളികൾ വാരിക്കുണ്ടമെടുത്തത്. അത് ഇല്ലാത്തവൻ്റെ പ്രതീകമായിരുന്നു. അതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്.
ആ ആയുധം പോലും രൂപവൽക്കരിച്ചതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതാണ് ആയുധമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ചർച്ചകളുടെ ഒക്കെ ഭാഗമായിരുന്ന ഒരാളാണ് വി.എസ്. അച്യുതാനന്ദൻ. അങ്ങനെ ഇല്ലായ്മകൾ കൊണ്ട് എങ്കിലും പോരാട്ട വീര്യത്തിലേക്ക്, പോരാട്ട രീതികളിലേക്ക് ഒരു വലിയ സമൂഹത്തെ, കാലഘട്ടത്തെ കൈപിടിച്ചു കൊണ്ടുപോയ നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ.